ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വിഷയമാണ്, ഒരു സേഫ്റ്റി റിലേറ്റഡ്. അതായത് നമ്മുടെ ജർമ്മൻ വണ്ടികൾ, ഓൾഡ് ജനറേഷൻ ആയാലും ന്യൂ ജനറേഷൻ ആയാലും എല്ലാ വണ്ടിയും ബാറ്ററി ടെർമിനൽ കഴിഞ്ഞാലുടൻ തന്നെ, ബാറ്ററി ടെർമിനലിനോട് ചേർന്ന് തന്നെയാണ് ഫ്യൂസ് കൊണ്ടുവരുന്നത്. അതൊരു അത്യാവശ്യവും ഇമ്പോർട്ടൻറ്റുമായ ഒരു സേഫ്റ്റി ഫീച്ചറാണ് കേട്ടോ. കാര്യം ഇലക്ട്രിക്കലി വണ്ടിക്ക് യാതൊരു കാരണവശാലും 100% ഫെയിലിയർ ആവാതിരിക്കാനാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ നാട്ടിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മിക്ക വണ്ടികളിലും ഫ്യൂസ് ഓൾഡ് ജനറേഷൻ, പക്ഷേ ഇപ്പോൾ ന്യൂ ജനറേഷൻ മിക്ക വണ്ടികളിലും അവരത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ബാറ്ററിയോട് ചേർന്ന് തന്നെ ബാറ്ററി ടെർമിനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ വിത്ത് ഫ്യൂസ് ആയിരിക്കും ഔട്ട്പുട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഓരോ വണ്ടിക്കും ഓരോ ഫീസ് ഗ്രേഡാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സബ്ജക്റ്റിലോട്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന സബ്ജക്റ്റ്, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ പഴയ ജനറേഷൻ വണ്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ വണ്ടികളിലൊന്നും, ഞാൻ മിക്ക വണ്ടിയും കാണാറുണ്ട്, അതിലൊന്നും ഈ ഫ്യൂസ് ടെർമിനൽ കഴിഞ്ഞ ഉടൻ ഫ്യൂസ് വരത്തില്ല. ടെർമിനലിൻ്റെ അവിടെ നിന്ന് വയർ ലെന്തി ചെയ്തിട്ട് അതിന് ഫ്യൂസ് ബോക്സിലോട്ടായിരിക്കും കണക്ഷൻ പോകുന്നത്. അത് കുറച്ച് നീളം ഉണ്ടാവും, കുറച്ച് ദൂരെ ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ പല പല പൊസിഷനിലാണ് അവർ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ഫ്യൂസ് സെറ്റപ്പ് ഉണ്ടാവില്ല. അതായത് കുറച്ച് ദൂരം വയർ ഫ്യൂസ്ഡ് ആയിരിക്കില്ല. അവിടെ ചെന്നിട്ട് ഓരോ പാർട്ടിക്കിളിനും എത്ര വോൾട്ടേജ്, അതായത് ഇതിനെ ഡിവൈഡ് ചെയ്യണോ, ആ ഡിവൈഡിനനുസരിച്ച് ഫ്യൂസ് അറേഞ്ച് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് വരെ ഒരു ഫ്യൂസ്ഡ് ആയിരിക്കില്ല, ടോട്ടൽ ലൈൻ ഫ്യൂസ്ഡ് ആയിരിക്കത്തില്ല. അവിടെ കഴിഞ്ഞിട്ടേ നമുക്കിത് ഫ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇതാ നോക്കിയേ, ഇതൊരു സാമ്പിളാണ് കേട്ടോ. ഇത് ഞാനൊരു ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുത്താണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ. പോസിറ്റീവ് ടെർമിനൽ കഴിഞ്ഞിട്ടാണ് 2 ലൈൻ പോകുന്നത്. അത് കൂടാതെ അൺനെസസറി ആയിട്ട് 2-3 ലൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഫ്യൂസ്ഡ് ആണെങ്കിൽ പോലും ഈ ബാറ്ററി ടെർമിനൽ കഴിഞ്ഞിട്ട് ഫ്യൂസ് ബോക്സിലോട്ട് ഒരു ലൈൻ, ലെങ്തി ആയിട്ടുള്ള ലൈൻ ഇവിടെ നിന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റാർട്ടർ മോഡിലോട്ട് ഒരു വലിയ ലൈൻ താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഫ്യൂസ് പ്രൊട്ടക്റ്റഡ് അല്ല, അതുവരെ പ്രൊട്ടക്റ്റഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു എക്സ്ട്രാ, ഞാൻ ഈ പിക്ചർ കാണിച്ചേക്കുന്നതാണ്, ഒരു എക്സ്ട്രാ ഫ്യൂസ് ലൈൻ കിട്ടും, ഫ്യൂസ് ടെർമിനൽ കിട്ടും. അതായത് ബാറ്ററി ടെർമിനൽ തന്നെയാണ്, അത് ബാറ്ററി ടെർമിനലോട് കൂടെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് മേടിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് വേണ്ട എല്ലാ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ 100% ഈ സംഗതിനെ നമുക്ക് ഫ്യൂസ്ഡ് ആക്കാൻ പറ്റും. അതായത് ഇവിടം തൊട്ട് തന്നെ പ്രൊട്ടക്ഷൻ തുടങ്ങും. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഇവിടുത്തെ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ അത്രയും കണ്ട് ഡീപ്പായിട്ടുള്ള ഒരു ഷോർട്ട് സർക്യൂട്ടോ വല്ലതും ഉണ്ടായാൽ ടൊപ്പനെ ഇവിടുത്തെ ഫ്യൂസ് അങ്ങ് ഔട്ടാവും. ഇത് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ എങ്ങും സർക്യൂട്ടിൽ ലൈൻ ഉണ്ടാവത്തില്ല. അപ്പം അത്രയും കണ്ട് വണ്ടി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അത് കൂടാണ്ട് വേറൊരു കാര്യം കൂടി ഇതിലുണ്ട്. നമ്മുടെ പഴയ വണ്ടികളുടെ എല്ലാം വയറിംഗ് കിറ്റ് പൊതുവെ വീക്കായിരിക്കും. കാര്യം ഇത്രയും പഴക്കമുണ്ട്, ചൂടടിച്ച്. അപ്പോൾ അതിൽ നിന്ന് എല്ലാത്തിനും നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ ഇത് നമ്മളെ കൂടുതൽ സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.